ടുഡേയ്സ് ടേസ്റ്റ് ഇന്നെത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ശ്രീവരാഹത്താണ്. തിരുവനന്തപുരം ശ്രീവരാഹത്തുള്ള ഒരു ഹോം ഷെഫാണ് നമ്മുടെ സ്വന്തം ഉണ്ണിച്ചേച്ചി അല്ലെങ്കിൽ രാധാ സുന്ദർ. അപ്പോൾ നമുക്ക് രാധാ ചേച്ചിയെ സ്വാഗതം ചെയ്യാം നമ്മുടെ ടുഡേയ്സ് ടേസ്റ്റിലേക്ക്. ഉണ്ണിച്ചേച്ചി, വെൽക്കം ടു ദ ഷോ. നമ്മുടെ പരിപാടി കണ്ട എല്ലാവർക്കും ഇപ്പോൾ രാധ എന്നുള്ള ഒരു പേരിനെ കാട്ടി ഉണ്ണിന്നായിരുന്നു എല്ലാവർക്കും അറിയുന്നത്. രാധാ സുന്ദർ എന്നാണ്, പക്ഷെ FB-ലൊക്കെ ഉള്ള പേര് രാധാസ് ഹോം ട്രീറ്റ്സ് എന്നാണ് നമ്മുടെ ഇനിഷ്യേറ്റീവിന്റെ പേര്. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ രുചികരമായിട്ടുള്ള കോക്കനട്ട് ലഡുവും ക്യാരറ്റ് പായസവും ഒക്കെ വച്ചു തന്നു. ഇന്ന് എന്താണ് നമുക്ക് ഉണ്ടാക്കി തരുന്നത്? നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് പനീർ പോപ്കോൺ. പനീർ പോപ്കോൺ. ഓക്കെ, അപ്പോൾ കുഞ്ഞു കുഞ്ഞു ബോൾസ് പോലെ. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് പറയാം. ഞാനിവിടെ പനീർ 200 ഗ്രാം എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുക്ക് ചെയ്താണോ? അല്ല, ഇത് വന്നിട്ട് ഉപ്പും വെളുത്തുള്ളി പേസ്റ്റും പിന്നെ മിക്സഡ് ഹെർബ്സും ഇത്രയും കൂടിയായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു മണിക്കൂർ വെച്ചേക്കണം. അല്ലെങ്കിൽ ആ പനീറിൻ്റെ ആ റോ സ്മെല്ല് കാണും. കുരുമുളക് പൊടി അത് ആവശ്യത്തിന് എടുത്താൽ മതി. കുട്ടികൾക്കായതുകൊണ്ട് വലിയ വേണ്ടായിരിക്കും. പിന്നെ കോൺഫ്ലവർ, മൈദ, ഉപ്പ്, ഇത് ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും കൂടെ മിക്സ് ചെയ്തതാണ്. പിന്നെ നമ്മുടെ ബ്രെഡ് ക്രംസ്, എണ്ണ പൊരിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ. സിമ്പിളായിട്ട് ഇതും വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അത് ജസ്റ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കാൻ അതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങി. നമുക്ക് ഈ കോൺഫ്ലവറും മൈദയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, ഇതിലേക്ക് നമുക്ക് ഈ കുരുമുളക് പൊടി, ഓക്കെ, നമ്മളിതിപ്പോൾ ഏതാണ്ട് ഒരു സ്പൂണോളം എടുത്തോണ്ടല്ലേ. പിന്നെ ഈ ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും കൂടി മിക്സ് ചെയ്തത്, അത് കുറച്ച് മതിയാവും, ഒരു 1/2 സ്പൂൺ മതിയാവും. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതൊന്ന് നമുക്ക് വെള്ളമൊഴിച്ച് മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ പനീറിനെ അതിൽ ഡിപ്പ് ചെയ്തിട്ട് അതിൽ കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്യാം. ഇതൊക്കെ സെയിൽസിനുണ്ട്? ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് സാറ്റർഡേ ഷവർമയുടെ കൂടെ സ്നാക്സ് ഇതേപോലെ നമുക്ക് ഓരോ ദിവസം മെനു ഷവർമ കോമൺ ആയിട്ട് വരും. പിന്നെ സ്നാക്സ് മാറി മാറി വരും. എങ്ങനെയാ അപ്പോൾ ചാർജ് ചെയ്യുന്നത്? ഇപ്പോൾ പൊറോട്ട ആണെങ്കിലും ഒരുപാട് പേര് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇല്ലാത്തവരും നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേരുണ്ടാവും. നമുക്ക് പൊതി പൊറോട്ട നമ്മൾ സോയ 4 പൊറോട്ടയാണ് വരുന്നത്, 160 ആണ് അതിന് വരുന്നത്. പനീർ ഡെലിവറി സെപ്പറേറ്റ്, അത് ഔട്ട്സോഴ്സിങ് ആയതുകൊണ്ട് സെപ്പറേറ്റ്. പനീർ നമുക്ക് 200 ആണ് വരുന്നത്. 2-ൽ 4 പൊറോട്ട വെച്ചാണ് ചെയ്യുന്നത്. ഒരുപാട് വെള്ളമായി പോകണ്ട, കാര്യം പനീർ കോട്ടാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഓരോ ഇടുന്ന അനുസരിച്ച് നമ്മളൊന്ന് നോക്കിയിട്ട് വെള്ളം ഒഴിക്കണം അല്ലേ? നമുക്ക് എണ്ണയൊന്ന് ചൂടാവാൻ വെക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായല്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇത് പൊരിച്ചെടുക്കാം. ആദ്യം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ലിക്വിഡ് ആ ഒരു ബാറ്ററിൽ ഇട്ടിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കുക, അത്രയല്ലേ ഉള്ളൂ. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ രാധാസ് ഹോം ട്രീറ്റ്സ് എന്തായാലും ഒറ്റയ്ക്ക് നടന്നു പോകത്തില്ലല്ലോ. നമുക്ക് ഒരുപാട് പേരുടെ സപ്പോർട്ടും ഒപ്പം കസ്റ്റമേഴ്സും റെഗുലർ ആയിട്ടുള്ള കസ്റ്റമേഴ്സും ഒക്കെ കാണുമല്ലോ. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നെ. അതായത് ആരൊക്കെയാണ് എപ്പോഴും സപ്പോർട്ടായിട്ട് കൂടെ ഉള്ളത്? റെഗുലർ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടോ എന്നൊക്കെയുള്ള? റെഗുലർ കസ്റ്റമേഴ്സ് നമ്മുടെ ഏരിയക്ക് അടുത്ത് തന്നെ ഒരുപാട് പേരുണ്ട്. പിന്നെ അല്ലാണ്ട് അടുത്ത് തന്നെ ഒരുപാട് പേരുണ്ട്. പിന്നെ അല്ലാണ്ട് നമ്മുടെ ഐഫ്രൂട്ടിൻ്റെ ഓണർ ശാലിൻ ചേച്ചി ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. ഓൾറെഡി ശാലിൻ ചേച്ചിയെ വെച്ചൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ രുചികരമായിട്ടുള്ളൊരു ഐസ്ക്രീം റോളൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ശാലിൻ ചേച്ചിയൊക്കെ ചേച്ചി റെഗുലറായിട്ട് വാങ്ങാറുമുണ്ട്. ചേച്ചി നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. പിന്നെ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ രാധാസ് ഹോം ട്രീറ്റ്സിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ് ഗ്രൂപ്പ്സാണ്. മെയിനായിട്ടും പൊതിപ്പൊറോട്ട നമുക്ക് ഇത്ര ഹിറ്റായത് ഈ ഗ്രൂപ്പിൽ നിന്നാണ്. ഒരുപാട് ഓർഡേഴ്സ് എല്ലാ പ്രാവശ്യവും നമുക്ക് ഈ ഗ്രൂപ്പിൽ നിന്നാണ് ഓർഡേഴ്സ് കൂടുതൽ വരുന്നത്. പിന്നെ നമ്മുടെ ഗൗതമിൻ്റെ ഗ്രൂപ്പ്, പിന്നെ FET നിയാദിൻ്റെ ഗ്രൂപ്പ്, ഇവരൊക്കെയാണ് നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും അവരാണ് അതെ അതുവഴിയാണ് നമ്മൾ ഇത്രയും ഫേമസ് ആയത്. ഫാമിലിന്റെ സപ്പോർട്ടും ഉറപ്പായിട്ടും
നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഫാമിലി ബാക്കി കാര്യങ്ങൾ കൂടെ ഞാൻ ഓൾറെഡി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇപ്പം നമ്മുടെ ഒരു ഫുഡ് ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറയുന്നത് ഇപ്പം ഭയങ്കര റേറ്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അതൊന്നും ഇല്ലാതെ നമ്മുടെ ഒരു ഡിഷ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് കുറച്ച് കഴിച്ചിട്ട് അത് പ്രതിഫലം വാങ്ങിക്കൊണ്ട് നമുക്ക് ഫോട്ടോ എടുത്തു തരുന്ന ഒരാളുണ്ട്. എൻ്റെ ട്വിൻ സിസ്റ്ററാണ് ലക്ഷ്മി. ലക്ഷ്മി ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. ഫോട്ടോസ് കംപ്ലീറ്റ് അവളാണ് ചെയ്യുന്നത് നമുക്ക്. അവിടെ ഇപ്പം ഫ്രൈ റെഡി ആയി ആയിട്ടുണ്ട്. നമുക്ക് മാറ്റാറായി. ഓക്കെ, നമ്മൾ ഇതിൻ്റെ ഒപ്പം ചട്നി സോസും ചട്നിയും ഒക്കെ ആയല്ലേ. അപ്പൊ ഇത് ഇന്നിപ്പോ ടേസ്റ്റ് ചെയ്യാൻ ആരാ വരിക? ഇപ്പോൾ ചേട്ടൻ്റെ അമ്മ വരും. ഹസ്ബൻഡിന്റെ അമ്മയാണ് ഇന്നിപ്പം ടേസ്റ്റ് ചെയ്ത് മരുമോൾ ഉണ്ടാക്കിയ ഫുഡ് എങ്ങനെയുണ്ട് എന്ന് പറയാനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻറ്റീനെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം അല്ലേ? ആൻറ്റി റെഡിയാണ്. അപ്പോൾ അതിനു മുന്നേ ആൻറ്റി വിശേഷങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. എങ്ങനെയാ ചേച്ചിയുടെ കുക്കിംഗ് ഒക്കെ അടിപൊളിയാണോ? അടിപൊളിയാണ്, എല്ലാം ചെയ്യുന്നുണ്ട്. കല്യാണം കഴിഞ്ഞ് വരുമ്പോഴേ നന്നായിട്ട് കുക്ക് ചെയ്യായിരുന്നു. അത് ആൻറ്റിയുടെ പഠിച്ചത്. ചേച്ചി അപ്പോൾ ഹോം സയൻസ് ആണല്ലേ പഠിച്ചത്? ഏത് കോളേജിലായിരുന്നു? വിമൻസിലെ. വുമൻസ് കോളേജ്. ഓക്കെ, അപ്പോൾ വരുന്ന സമയത്ത് നന്നായിട്ട് കുക്കൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഒത്തിരി ഇഷ്ടമാണ് ആൻറ്റി. നമ്മൾ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻറ്റിയും കിഡ്ലായിട്ട് കുക്ക് ചെയ്യുന്ന ആളാണ് അല്ലേ? ആൻറ്റിക്കും കാറ്ററിംഗ് യൂണിറ്റ് ഒക്കെ ഉണ്ട്. പത്മനാഭ ക്ഷേത്രത്തിൽ നമ്പിമാർക്കൊക്കെ അമ്മയാണ് കൊടുക്കുന്നത്. ആഹാ, ഓക്കെ. അപ്പം വെജിറ്റേറിയൻ ഡിഷ് മാത്രമേ അവിടെ ഉള്ളൂ. എന്നാലും നല്ല രുചികരമായിട്ടുള്ള ഉച്ചയ്ക്ക് സദ്യ, രാത്രി പരിഹാരം എല്ലാം ഉണ്ട്. സ്നാക്സും ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഉണ്ണിച്ചേച്ചി മാത്രമല്ല, ഉണ്ണിച്ചേച്ചിയെ വിളിച്ചിട്ട് ഓർഡർ ചെയ്ത് തരാനായിട്ട് സൗകര്യമില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, സമയത്തിന്റെ ഇഷ്യൂ കാരണം സൗകര്യം ഇല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നേരെ അമ്മയെ വിളിച്ചു കഴിഞ്ഞാൽ എന്തായാലും വേറെ ആർക്കും അങ്ങ് കൊടുക്കേണ്ടി വരത്തില്ലല്ലോ. ഉണ്ട് എന്തായാലും. ഓക്കെ, അപ്പൊ എന്തായാലും ആന്റിനെ വെച്ച് നമുക്ക് വേറൊരു ദിവസം എന്തായാലും വേറൊരു എപ്പിസോഡ് ചെയ്യാൻ പറ്റട്ടെ. അപ്പൊ എന്തായാലും ആന്റി ട്രൈ ചെയ്തോ. അടിപൊളിയായിരിക്കും. ഇത് ഞാൻ നേരത്തെ ചോദിച്ചാ നാത്തൂന് വന്നപ്പോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞു പഠിപ്പിച്ചിട്ട് വന്നാണോ? അല്ല, എന്തായാലും അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ എന്തായാലും ഞാനും മണം കാരണം ഒരു രക്ഷയില്ലാണ്ട് നിൽക്കുകയായിരുന്നു. ആൻറ്റി ടേസ്റ്റ് ചെയ്തിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞത് കാരണമാണ് ഇത്ര നേരം വെയിറ്റ് ചെയ്യുന്നത്. മണം ഒരു രക്ഷയില്ല. എന്തായാലും ഞാൻ ട്രൈ ചെയ്യട്ടെ. ഇതിപ്പോ നമ്മള് പുതിന ചട്നി. നല്ല ക്രിസ്പി ആൻഡ് യമ്മി ആയിട്ടുള്ള പനീർ പോപ്കോണാണ്. ഒരു രക്ഷയില്ല. പുതിന ചട്നിയും ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. പുതിന, തൈര്, മല്ലി, പച്ചമുളക്, ഇഞ്ചിയും വെളുത്തുള്ളി. ഇതിന്റെയൊക്കെ റെസിപ്പി യൂട്യൂബിൽ നോക്കി ചെയ്യുന്നതാണ്. പുതുതായിട്ട് സ്വന്തമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതാണ് നമ്മുടെ ഈ പൊതി പൊറോട്ടയും പനീർ പൊള്ളിച്ചതും പുതുതായിട്ട് നമ്മൾ ചെയ്തത്. അപ്പം എന്തായാലും വളരെ രുചികരമായിട്ടുള്ള, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷായിരുന്നു. ആൻറ്റി കിടലായിട്ടുണ്ടല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് ആൻറ്റീനെയും ഒക്കെ പരിചയപ്പെടുത്താൻ പറ്റി. ആൻറ്റീനെ വെച്ച് നമുക്കൊരു എപ്പിസോഡ് ചെയ്യാനായിട്ട് പറ്റുമോ നമ്മൾ ശ്രമിച്ചു നോക്കാം. വളരെ രുചികരമായിട്ടുള്ള കുറേ വെജിറ്റേറിയൻ ഡിഷസ് ആൻറ്റി ഉണ്ടാക്കി തരുമെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ എന്തായാലും ഇത്രയും വളരെ മനോഹരമായിട്ടുള്ള, ഇത്രയും ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പനീർ പോപ്കോൺ ഉണ്ടാക്കി തന്നതിന് ചേച്ചി വളരെയധികം നന്ദിയുണ്ട്. എനിക്ക് രാധ എന്നുള്ളൊരു പേര് വരുന്നേ ഇല്ല. വർഷങ്ങളായിട്ട് ഉണ്ണീന്ന് വിളിച്ച് ആ പേര് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ രാധാ സുന്ദർ എന്നാണ് ചേച്ചിയുടെ പേര്. രാധാസ് ഹോം ട്രീറ്റ്സ് എന്നാണ് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെയുള്ള പേജിൽ, അല്ലെ? രണ്ടിലും പേജ് ഉണ്ട്. അപ്പോൾ ഓർഡേഴ്സ് ഇതൊക്കെ ഉണ്ട്, എല്ലാ ദിവസവും ഉണ്ട്, അവൈലബിൾ ആണ്. അപ്പോൾ ഓർഡേഴ്സ് എന്തായാലും എല്ലാവരും ഡെഫിനറ്റ്ലി കൊടുക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഇറ്റ്സ് വർത്ത് ട്രൈയിങ്, ഞാൻ ഗ്യാരണ്ടി. അത് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നൊക്കെ കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൻഡ് കോൺടാക്ട് ഡീറ്റെയിൽസ് കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കോൺടാക്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. എല്ലാവരും സോഷ്യൽ മീഡിയ കയറി നോക്കണം എന്നില്ല. അപ്പം എന്തൊക്കെ ഐറ്റംസ് ഉള്ളതെന്ന് മെയിനായിട്ട് നമുക്ക് നോർത്ത് ഇന്ത്യൻ ഐറ്റംസ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ബിരിയാണി, പൊതിപ്പൊറോട്ട, സൺഡേ ആണ് പൊതിപ്പൊറോട്ട, ഷവർമ സാറ്റർഡേ, എല്ലാ സ്നാക്സ് ഐറ്റവും ചെയ്യുന്നുണ്ട്.
മെനു നമ്മുടെ പ്രീ ഓർഡേഴ്സാണ്, തലേദിവസം മെനു ഇടും. ആ മെനു നോക്കിയിട്ട് 3 മണിക്ക് മുന്നേ ഓർഡർ തന്നാലാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത്. നമ്മുടെ കോൺടാക്ട് നമ്പർ ഹസ്ബൻഡ് നമ്പറാണ് 9567894567. അത് നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്പർ. അങ്ങനെ എന്തായാലും നമുക്ക് ഒരുപാട് റിവ്യൂസും കാര്യങ്ങളും ഒക്കെ കിട്ടാറുണ്ടല്ലോ ഫുഡ് കഴിച്ചിട്ട്. ഏറ്റവും നല്ലതായിട്ട് പറഞ്ഞൊരു റിവ്യൂ, ഏറ്റവും മോശമായിട്ട് പറഞ്ഞൊരു റിവ്യൂ കൂടെ. നമുക്ക് ദൈവം സഹായിച്ച് ഇതുവരെ നമുക്കൊരു നെഗറ്റീവ് റിവ്യൂ പോലും വന്നിട്ടില്ല. ഏറ്റവും കൂടുതലായിട്ട് മെൻഷൻ ചെയ്തേക്കുന്നത് നമുക്ക് പൊതിപ്പൊറോട്ടയാണ്. പൊതിപ്പൊറോട്ടയും പനീർ പൊള്ളിച്ചതുമാണ്. പിന്നെ സോയ പെരട്ട് പൊറോട്ട നമ്മൾ വീട്ടിൽ ചെയ്യുന്നുണ്ട്. അന്ന് നമ്മൾ ഹോം മെയ്ഡ് തന്നെ മെനുവിൽ തന്നെ നമ്മൾ ഇടും. ഹോം മെയ്ഡ് കേരള പൊറോട്ട തന്നെ ഇടും. അതും സോയ പെരട്ടുമാണ് ഏറ്റവും കൂടുതൽ. പിന്നെ സോയ പെരട്ട് ചേട്ടനാണ് ചെയ്യുന്നത്, ഞാനല്ല ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വളരെ മനോഹരമായ സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി പോപ്കോൺ എന്താണ് നമ്മുടെ പനീർ പോപ്കോൺ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ സെഗ്മെന്റ് ഇവിടെ അവസാനിക്കുകയാണ്. ബാക്കി ഞാൻ പോയെടുത്ത് കഴിക്കട്ടെ. അപ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ടാറ്റാ ബൈ.